ഇപ്പോൾ എൻ്റെ അടുത്ത് പല ക്ലയൻസും വരുമ്പോൾ ഞാൻ ആദ്യം തന്നെ അവരുടെയൊക്കെ ഹിസ്റ്ററി എടുക്കാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റോറി എടുക്കാറുണ്ട്. അപ്പോൾ ആ സ്റ്റോറി പറയുമ്പോൾ അവരുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യും. അതായത് അവരെന്ത് ജോലി ചെയ്യുന്നു, അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ ഹെൽത്ത് എങ്ങനെയാണ്, അതായത് ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത്, ദെൻ അവരുടെ വെൽത്ത്, അവരാഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വെൽത്ത് അവർക്കുണ്ടോ, ദെൻ അവരുടെ റിലേഷൻഷിപ്പ്, അവർക്ക് അവരെ ഇഷ്ടമാണോ, അവരുടെ മറ്റു റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ടോക്സിക് റിലേഷൻഷിപ്പിലാണോ അല്ലെങ്കിൽ അവരൊരു ഹെൽത്തി റിലേഷൻഷിപ്പിലാണോ, ദെൻ അവര് കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ലൈഫിലെ എല്ലാ ഏരിയയും നമ്മൾ എടുത്തിട്ട് അവർ ഏതൊക്കെ ഏരിയയിൽ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നു, ഏതൊക്കെ ഏരിയയിൽ അവർ ഫെയിലിയർ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. സോ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഏരിയയിൽ നമ്മൾ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. ഇനി ഫെയിലിയർ ആയിട്ട് നിൽക്കുന്ന ചില ഏരിയ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്ന ഒരു ജോലി അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ്, ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഓരോ ആളുകളും. അപ്പോൾ ചില കാര്യങ്ങൾ അവർ സക്സസ്ഫുൾ ആയിരിക്കും, എന്നാൽ ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന്റെ ആവശ്യകത വരുന്നത്. കാരണം നമ്മൾ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ചില ഏരിയ ഉണ്ടായിരിക്കും, ആ ഏരിയയിലായിരിക്കും നമുക്ക് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് വേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ, ചിലപ്പോൾ ഒട്ടും എന്തോരം പഠിച്ചിട്ടുണ്ടെങ്കിലും ജോലി ഇല്ലാത്തതായിരിക്കാം, ചിലപ്പോൾ കോൺഫിഡൻസ് ഇല്ലാത്തതായിരിക്കാം, ചിലപ്പോൾ നല്ല ബന്ധങ്ങൾ ഇല്ലാത്തതായിരിക്കാം, ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കില്ല, ചിലപ്പോൾ ഞാനത്ര പോരാ, എൻ്റെ ലൈഫ് മെച്ചപ്പെടുന്നില്ല, ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെയൊക്കെ തന്നെയാണ്, എൻ്റെ വിധി ഇങ്ങനെയാണ്, അങ്ങനെ ചില ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ തോട്ട്സ് അല്ലെങ്കിൽ ഇവർ നെഗറ്റീവായിട്ട് നിൽക്കുന്ന, ഫെയിലിയർ ആയിട്ട് നിൽക്കുന്ന ആ ഏരിയയിൽ എന്തുകൊണ്ട് അവരങ്ങനെയായി, അതിന്റെ റൂട്ട് കോസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മളൊരു പ്രശ്നത്തിനെ വെറുതെ തൽക്കാലമായിട്ടൊരു ആശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുത്ത് 2-3 ദിവസത്തേക്ക് അവർക്ക് ചിലപ്പോൾ സന്തോഷം കിട്ടിയിരിക്കും. പക്ഷെ വീണ്ടും അവർ ആ ഒരു ഇഷ്യൂ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ നമ്മൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ ഒരു റൂട്ട് കോസ് കണ്ടുപിടിച്ചിട്ട് അതിനെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. സോ നമ്മളുടെ ഈ ഒരു റൂട്ട് എവിടെയായിരിക്കും കിടക്കുന്നത്? നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് പാറ്റേൺസ്, ഈ ഒരു തോട്ട് പ്രോസസ് ഒക്കെ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്?